മെറ്റീരിയൽ സയൻസ് ആൻഡ് മെട്രോളജിയുടെ തേർഡ് മൊഡ്യൂളിലെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ തേർഡ് മൊഡ്യൂൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ബേസിക് ടേംസ് എല്ലാം പഠിച്ചിട്ടുണ്ട്. നമുക്കിന്ന് നോക്കുകയാണ് നമ്മുടെ ടോപ്പിക്കിൽ വരുന്ന അടുത്ത ടോപ്പിക്കായിട്ടുള്ള മൊഡ്യൂൾ വരുന്ന അടുത്ത ടോപ്പിക്കായിട്ടുള്ള എറേഴ്സിനെ കുറിച്ചാണ്, മെഷർമെൻറ്റ്സിൽ വരുന്ന എറേഴ്സിനെ കുറിച്ച്. അപ്പോൾ എറേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എറേഴ്സ് എന്ന് പറയുന്നത്, മെഷർമെൻറ്റ്സിലൊക്കെ ഉണ്ടാകുന്ന എറേഴ്സ്. ഇവിടെ നോക്കാം, കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് നെവർ പോസിബിൾ ടു മെഷർ ദ ട്രൂ വാല്യൂ ഓഫ് എ ഡയമെൻഷൻ. ദർ ഈസ് ഓൾവേസ് സം എറർ. അല്ല, നമുക്ക് ഒരിക്കലും എന്തെങ്കിലും കഴിയില്ല, ഒരു ട്രൂ വാല്യൂ നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നതിൻ്റെ ട്രൂ വാല്യൂ നമുക്ക് ഒരിക്കലും എപ്പോഴും കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ സാധിക്കാറില്ല. കാരണം എന്തെങ്കിലും എറർ അവിടെ ഉണ്ടാകാറുണ്ട്. ദ എറർ ഇൻ മെഷർമെൻറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മെഷേർഡ് വാല്യൂ ആൻഡ് ട്രൂ വാല്യൂ ഓഫ് ദ മെഷേർഡ് ഡയമെൻഷൻ. അപ്പോൾ മെഷേർഡ് ഡയമെൻഷൻ്റെ ട്രൂ വാല്യൂവും അതുപോലെ നമ്മൾ മെഷർ ചെയ്ത് കിട്ടുന്ന മെഷേർഡ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസാണ് നമ്മുടെ ആ ഒരു എറർ എന്ന് പറയുന്നത്. എറേഴ്സ് ഇൻ മെഷർമെൻറ്റ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ആസ് സിസ്റ്റമാറ്റിക് ആൻഡ് റാൻഡം എറേഴ്സ്. അപ്പോൾ ഇവിടെ സിസ്റ്റമാറ്റിക് എറേഴ്സായിട്ടും റാൻഡം എറേഴ്സായിട്ടും നമ്മുടെ എറേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നതാണ് നമ്മുടെ സിസ്റ്റമാറ്റിക് എറർ, അതേപോലെ റാൻഡം എറേഴ്സ്. സോ സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ നോക്കാം. ഇറ്റ് ഈസ് ദ എറേഴ്സ് which is a type of error that consistently deviates from the true value in the same direction. അതായത് നമ്മളിപ്പോൾ ഒരു വെയിങ് മെഷീൻ്റെ കാര്യം നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ആ വെയിങ് മെഷീനിൽ അത് നമ്മൾ ഏറ്റവും സീറോയിൽ, അതായത് അപ്പോൾ നമ്മൾ വെയിങ് മെഷീനിൽ പ്രത്യേകിച്ച് നമ്മൾ മെഷർ ചെയ്യാനുള്ള ഒന്നും അവിടെ പ്ലേസ് ചെയ്തിട്ടില്ല, അല്ലേ? വെയിങ് മെഷീൻ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് വെയിങ് മെഷീനിൽ എന്ത് കാണിക്കുന്നു, ഒന്നും വെക്കാത്ത സമയത്ത് വരെ അവിടെ ഒരു 0.5 kg കാണിക്കുന്നത് വിചാരിക്കുക. നമ്മളതിലേക്ക് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ 0.5 kg കാണിക്കുന്നുണ്ട്. ഇനി നമ്മളെന്ത് ചെയ്യാണ്, 1 കിലോഗ്രാമിൻ്റെ കാലിബ്രേറ്റ് ചെയ്തുള്ള ഒരു ബ്ലോക്ക് നമ്മൾ ഇതിൻ്റെ മേലേക്ക് വെക്കുകയാണ്. ഇവിടെ ഒരു ബ്ലോക്ക് വെക്കുകയാണ് 1 കിലോഗ്രാമിൻ്റെ. അപ്പോൾ എന്താ കാണിക്കുക, സ്വാഭാവികമായിട്ടും നേരത്തെ കാണിച്ച 0.5ഉം ഇപ്പോഴത്തെ 1ഉം കൂട്ടി നമുക്ക് ടോട്ടൽ കാണിക്കുന്നതായിരിക്കുക 1.5 kg ആയിരിക്കും, അല്ലേ? ഇനി അവിടെ നമ്മൾ 1 കിലോയ്ക്ക് പകരം നമ്മൾ 10 കിലോ വെച്ച് വിചാരിക്കുക, അല്ലേ? അപ്പോൾ എന്താ ചെയ്യുക, അവിടെ കാണിക്കുന്നതായിരിക്കുക 10.5 ആയിരിക്കും ചിലപ്പം റീഡിങ്ങിൽ കാണിക്കുന്നുണ്ടായിരിക്കുക. ഇനി 10 വരെ 100 വെച്ചാൽ എന്തായിരിക്കും, 100.5 കിലോഗ്രാം ആയിരിക്കും അവിടെ റീഡിങ്ങിൽ കാണിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള എറേഴ്സിനാണ് നമ്മൾ സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറയാം, അല്ലേ? അവിടെ ഓൾറെഡി 0.5 kgയുടെ എററാണുള്ളത്. എന്ത് ചെയ്യില്ല, നമ്മൾ വെക്കുന്ന വെയിറ്റ് അനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല, 0.5 kgയിൽ മാറ്റം വരുന്നില്ല, അല്ലേ? പ്രൊപ്പോർഷനായിട്ട് കൂടുകയോ കുറയുകയും ചെയ്യുന്നില്ല, അല്ലേ? നമ്മൾ 10 വെച്ചാലും 10.5 കാണിക്കും, 1 വെച്ചാൽ 1.5 കാണിക്കും, 1000 വെച്ചാൽ 1000.5 കാണിക്കും, അല്ലേ? അതാണ് അവിടുത്തെ ആ ഒരു എററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ് ആ ടൈപ്പ് എററാണ് നമ്മുടെ സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കാരണങ്ങൾ ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് ആയിരിക്കാം, എൻവയോൺമെൻറ്റൽ എറേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവേഷണൽ എറേഴ്സ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ സിസ്റ്റമാറ്റിക് എറേഴ്സ് ആർ ഓൾസോ നോൺ ആസ് കൺട്രോളബിൾ എറേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് സിസ്റ്റമാറ്റിക് എറേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാൻ പറ്റിയ എറേഴ്സാണ് സിസ്റ്റമാറ്റിക് എറേഴ്സ്. ഓക്കെ, ദേ ആർ കൺസിസ്റ്റൻ്റ് ആൻഡ് സിമിലർ ഫോം. അതെന്താണ്, ഒരേപോലെ തന്നെ തുടരുന്നത്. നമ്മൾ പറഞ്ഞ പോലെ അത് എപ്പോഴും എന്ത് ചെയ്യുന്നു, 0.5 kgൻ്റെ എറർ ആണെങ്കിൽ എന്ത് ചെയ്യും, അത് വീണ്ടും ആ 0.5 kg എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നത്, ആ ഒരു വാല്യൂ തന്നെ കൺസിസ്റ്റൻ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദീസ് എറേഴ്സ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ആൻഡ് കൺട്രോൾഡ്. നമുക്ക് എന്ത് ചെയ്യാം, എറേഴ്സ് ഈ പറഞ്ഞ പോലെ ആ 0.5 kg ആണെന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനും അതുപോലെ തന്നെ അതിൽ കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ടൈപ്പ് എററാണ് നമ്മുടെ സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറയുന്നത്. നോക്കാം, അടുത്താണ് നമ്മുടെ റാൻഡം എറേഴ്സ്. ഓക്കെ, അപ്പോൾ റാൻഡം എറേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനുണ്ടാകുന്ന കാരണങ്ങൾ എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്, സ്മോൾ വേരിയേഷൻ ഇൻ ദ പൊസിഷൻ ഓഫ് സെറ്റിംഗ് സ്റ്റാൻഡേർഡ് ആൻഡ് വർക്ക് പീസ്, ഓപ്പറേറ്റർ എറർ ഇൻ സ്കെയിൽ റീഡിംഗ്, ഫ്ലക്ച്വേഷൻസ് ഇൻ ഫ്രിക്ഷൻ ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ അതിൻ്റെ വൈബ്രേഷൻ കാരണം അല്ലെങ്കിൽ ഫ്രിക്ഷൻ കാരണമൊക്കെ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ കാരണം അവിടെ ചിലപ്പോൾ റീഡിങ്ങിൽ എറേഴ്സ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചറോ അങ്ങനെയുള്ള കാരണങ്ങളോ അല്ലെങ്കിൽ എയറിൻ്റെ പാസേജോ അല്ലെങ്കിൽ കാറ്റോ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ എന്തായിരിക്കും, അവിടെ എറേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായിരിക്കും. അതുപോലെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തുള്ള എറേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ ഓപ്പറേറ്റർ സ്കെയിൽ റീഡ് ചെയ്യുമ്പോഴുള്ള എറേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള എറേഴ്സാണ്, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഈ ടൈപ്പ് എറേഴ്സാണ് നമ്മുടെ റാൻഡം എറേഴ്സ് എന്ന് പറയുന്നത്. റാൻഡം എറേഴ്സ് ഇൻ മെഷർമെൻറ്റ്സ് ആർ അൺപ്രഡിക്റ്റബിൾ ഫ്ലക്ച്വേഷൻസ് ദാറ്റ് ഒക്കർ ഇൻ ദ മെഷർമെൻറ്റ് പ്രോസസ് ലീഡിങ് ടു വേരിയേഷൻസ് ഇൻ ദ റിസൾട്ട്. നമ്മൾ ഈ ടൈപ്പ് എറർ എന്തായിരിക്കും, ഓരോ തവണ ചിലപ്പോൾ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഓരോ വാല്യൂസ് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. നമ്മൾ 10 കിലോഗ്രാമിൻ്റെ ഒരു വെയിറ്റ് അളക്കാൻ പോവുകയാണ്. ഇപ്പം ആദ്യം കാണിക്കുന്നത് 9.9 കാണിക്കുന്നു, പിന്നെ നോക്കുമ്പോൾ 9.8 കാണിക്കുന്നു, പിന്നെ 10.1 കാണിക്കുന്നു. അപ്പോൾ അങ്ങനെ കാണിക്കുന്ന എറേഴ്സാണ് നമ്മുടെ റാൻഡം എറേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ കോസുകൾ മനസ്സിലാക്കി വെക്കുക.
എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ചോദിക്കുന്നതാണ് 3 മാർക്കിനും അതുപോലെ 7 മാർക്കിനൊക്കെ റാൻഡം എറേഴ്സും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് എറേഴ്സും. അതുപോലെ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാനുള്ള ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം, എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് സിസ്റ്റമാറ്റിക് എറേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ആദ്യം പറഞ്ഞാണ് സിസ്റ്റമാറ്റിക് എറേഴ്സ്. എന്നാൽ നമുക്ക് റാൻഡം എറേഴ്സ് എന്ത് ചെയ്യാം, നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം നമുക്ക് ഒന്നിലധികം തവണ നമ്മൾ റിപ്പീറ്റ് ചെക്ക് ചെയ്തൊക്കെ നമുക്ക് എന്ത് മനസ്സിലാവും, അവിടെയുള്ള എറർ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത് കനോട്ട് ബി എലിമിനേറ്റഡ് ബൈ റിപ്പീറ്റഡ് മെഷർമെൻറ്റ്സ്. കനോട്ട് ബി എലിമിനേറ്റഡ് ബൈ റിപ്പീറ്റഡ് മെഷർമെൻറ്റ്സ്. നമുക്ക് എന്ത് കഴിയില്ല, സിസ്റ്റമാറ്റിക് എറർ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് മെഷർ ചെയ്ത് നമുക്ക് എന്ത് കഴിയില്ല, എലിമിനേറ്റ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ റാൻഡം എറേഴ്സ് എന്ത് ചെയ്യുക, ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ റിപ്പീറ്റഡ് മെഷർമെൻറ്റ്സ്. അതുപോലെ സിസ്റ്റമാറ്റിക് എറർ നമുക്ക് ആക്സസ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം നേരത്തെ പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ ഓർത്തുവെക്കുക, 0.5 kg ഇങ്ങനെ കൂടുതലായിട്ട് കാണിക്കുന്ന ഒരു കേസ്. എന്നാൽ നമ്മുടെ റാൻഡം എറർ എന്താണ്, അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ല. അവിടെ നമ്മൾ സ്റ്റാറ്റിറ്റിക്കൽ അപ്രോച്ച് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അതായത് ഓരോ തവണ നോക്കുമ്പോഴും ഡിഫറൻറ്റ് റീഡിങ് കാണിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. മിനിമൈസേഷൻ ഓഫ് സിസ്റ്റമാറ്റിക് എറേഴ്സ് ഇൻക്രീസ് ദ ആക്യുറസി ഓഫ് മെഷർമെൻറ്റ്. ഓക്കെ, അപ്പോൾ സിസ്റ്റമാറ്റിക് എറേഴ്സ് മിനിമൈസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മെഷർമെൻറ്റിൻ്റെ ആക്യുറസി നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും. മിനിമൈസേഷൻ ഓഫ് റാൻഡം എറേഴ്സ് ഇൻക്രീസസ് റിപ്പീറ്റബിലിറ്റി ആൻഡ് ഹെൻസ് പ്രൊസിഷൻ ഓഫ് ദ മെഷർമെൻറ്റ്. ഓക്കെ, അപ്പോൾ റാൻഡം എറേഴ്സ് നമുക്ക് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, റിപ്പീറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ മെഷർമെൻറ്റിൻ്റെ പ്രൊസിഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അതുപോലെ കാലിബ്രേഷൻ ഹെൽപ്സ് റെഡ്യൂസ് സിസ്റ്റമാറ്റിക് എറേഴ്സ്. അപ്പോൾ നമ്മുടെ ആ ഒരു മെഷീൻ്റെ അല്ലെങ്കിൽ ആ ഒരു വെയിങ് മെഷീൻ്റെ ഒക്കെ കാലിബ്രേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് അവിടെ ഉണ്ടാകുന്ന സിസ്റ്റമാറ്റിക് എറേഴ്സ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ റാൻഡം എറർ എന്ത് ചെയ്യാൻ കഴിയില്ല, കാലിബ്രേഷനെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. കാരണം അത് നമ്മൾ റാൻഡമായിട്ട് സംഭവിക്കുന്നതാണ്. നമ്മൾ ഓപ്പറേറ്ററുടെ ഭാഗത്ത് ഉണ്ടാകുന്ന മിസ്റ്റേക്ക് കൊണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ആ ഒരു ലൈവ് കണ്ടീഷനിലുള്ള വ്യത്യാസങ്ങൾ കണ്ടിട്ട് എന്ത് ചെയ്യുക, അവിടെ ആ ഒരു എറേഴ്സിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. അതുപോലെ ലാസ്റ്റ് പോയിൻറ്റ്, ക്യാരക്ടറൈസേഷൻ നോട്ട് നെസസറി, ക്യാരക്ടറൈസ്ഡ് ബൈ മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് വാരിയൻസ്. അപ്പോൾ നമ്മുടെ സിസ്റ്റമാറ്റിക് എറേഴ്സിൽ ക്യാരക്ടറൈസേഷൻ്റെ ആവശ്യമില്ല. അതായത് നമ്മൾ ഏത് ക്വാണ്ടിറ്റി നമ്മൾ അളക്കുന്നു എന്നതിൽ കാര്യമില്ല. എന്നാൽ ഇവിടെ എന്തായിരിക്കും, റാൻഡം എറേഴ്സിലാണെങ്കിൽ നമ്മളവിടെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വാരിയൻസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ക്യാരക്ടറൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ 3 മാർക്കിനും 7 മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. സിസ്റ്റമാറ്റിക് എററും റാൻഡം എററും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഒരു 6 പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ അതിൽ 6 പോയിൻറ്റിൽ ഒരു പോയിൻ്റ് എന്ത് ചെയ്യുക, ഒന്നതിൽ കാണുന്ന എക്സാമ്പിൾ എന്ത് ചെയ്യുക, അതിലേക്ക് ആഡ് ചെയ്യുക. അതായത് എറേഴ്സ് ഡ്യൂ ടു, എക്സാമ്പിൾ പറയാം, സിസ്റ്റമാറ്റിക്കിൽ എറേഴ്സ് ഡ്യൂ ടു ഇംപ്രോപ്പർ കാലിബ്രേഷനും റാൻഡമിൽ എറേഴ്സ് ഡ്യൂ ടു ടെമ്പറേച്ചർ വേരിയേഷനും. ഓക്കെ, അപ്പം മൊത്തം നിങ്ങൾക്ക് എക്സാമ്പിൾ അടക്കം 6 പോയിൻ്റ് കൂടി 1 പോയിൻ്റ് കൂടി ആകുമ്പോൾ 7 പോയിൻ്റാവും. എക്സാമിന് 7 മാർക്ക് പൂർണ്ണമായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഫോഴ്സ് മെഷർമെൻറ്റിനെ കുറിച്ചാണ്. എക്സാമിനൊക്കെ 7 മാർക്കിന് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് മെഷർമെൻറ്റ് പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ് അല്ലെങ്കിൽ നമ്മൾ വെയിറ്റൊക്കെ അളക്കാനുള്ള ആ ഒരു പ്രിൻസിപ്പിളിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ 3 തരത്തിലാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഒന്ന് സ്പ്രിംഗ് ബാലൻസിനെ കുറിച്ചും, ഒന്ന് പ്രൂവിങ് റിങ്ങിനെ കുറിച്ചും, ഒന്ന് നമ്മുടെ മെക്കാനിക്കൽ സ്ട്രെയിൻ ഗേജ് അഥവാ സ്ട്രെയിൻ ഗേജ് ലോഡ് സെല്ലിനെ കുറിച്ചാണ് നമുക്കിവിടെ പഠിക്കുന്നത്. 3 വളരെ എളുപ്പമാണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ സ്ഥിരമായിട്ട് 7 മാർക്കിന് ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ സ്പ്രിംഗ് ബാലൻസ് പറയുന്നത് ഒന്നുമില്ല, നിങ്ങൾ സാധാരണയായിട്ട് കണ്ടിരിക്കുന്ന ഒരു സംഭവം. നമ്മൾ ഒരു സ്പ്രിങ് നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ വരുന്ന പഴയ സാധനങ്ങളൊക്കെ ചിലപ്പം ഇങ്ങനെ കൊണ്ടുപോകാൻ വരുന്ന അല്ലേ, പഴയ നമ്മുടെ ന്യൂസ് പേപ്പറൊക്കെ ചിലപ്പം വീട്ടിൽ വന്ന് കളക്ട് ചെയ്യാറുണ്ട് ചില ആളുകളൊക്കെ അല്ലേ. അപ്പോൾ അവരുടെ കയ്യിലൊക്കെ ഉണ്ടാവും ചെറിയൊരു നമ്മുടെ വെയിറ്റ് മെഷർ ചെയ്യാനുള്ള ചെറിയൊരു ഇൻസ്ട്രുമെൻറ്റ്. നിങ്ങൾ ഇവിടെ ഫിഗറിൽ കാണുന്ന പോലെ, സ്ക്രീനിൽ കാണുന്ന പോലത്തെ ഇതുപോലത്തെ ഒരു ഇൻസ്ട്രുമെൻറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് അവർ കയ്യിൽ തന്നെ എന്ത് ചെയ്യുന്നു, അവരുടെ കയ്യിലായിരിക്കും എന്ത് ചെയ്യുക, ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ഇവിടെ പിടിക്കുന്നുണ്ടായിരിക്കും. പിടിച്ച് എന്ത് ചെയ്യും, ഇവിടെ താഴെ നമ്മുടെ ആ ഒരു ന്യൂസ് പേപ്പർ എന്ത് ചെയ്യും, നമ്മളിവിടെ ആ ഒരു ഹൂക്കിൻ്റെ മേലെ കൊളുത്തി വെച്ചാൽ എന്ത് ചെയ്യും, നമുക്ക് അതിൻ്റെ വെയിറ്റ് ഇവിടുന്ന് റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ടൈപ്പ് മെഷർമെൻറ്റാണ് നമ്മൾ സ്പ്രിംഗ് ബാലൻസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ലൈൻ ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ നിങ്ങൾ ഈ ഒരു ഡയഗ്രാം പഠിച്ചു വെക്കുക. വളരെ എളുപ്പമാണ്, ഒന്നുമില്ല. അതായത് ഒരു സ്പ്രിങ്ങിൻ്റെ ഡിഫ്ലക്ഷൻ്റെ വേരിയേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് വെയിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുക, ഫസ്റ്റ് വരുന്നത് ഒരു ക്യാച്ച് ഹൂക്ക്. ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന ഭാഗമാണ് ആ ഹൂക്ക്. പിന്നെ ഒരു ഫിക്സഡ് എൻഡ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ കാണുന്ന ഫിക്സഡ് എൻഡ് എഴുതിയിട്ടുണ്ട്, ഫിക്സഡ് എൻഡ്. പിന്നെ ഇവിടെ ഒരു സ്പ്രിങ്ങിൻ്റെ ഭാഗം കാണുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ലോട്ടാണ് കാണുന്നത്. പിന്നെ വീണ്ടും ഇവിടെ സ്പ്രിങ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഫ്രീ എൻഡ്, അതായത് സ്പ്രിങ്
ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ താഴേക്ക് മൂവ് ചെയ്യും, ഈ ഭാഗം ഫ്രീ ഹാൻഡ് താഴേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ലോഡിനെ ഹൂക്ക് ചെയ്യുന്ന ലോഡ് ഹൂക്ക്. ഓക്കെ, ലോഡ് നമ്മൾ ഇവിടെ ലോഡ് കയറി ചെയ്യുന്നുണ്ടായിരിക്കുക, ആ ലോഡിനെ ഹൂക്ക് ചെയ്യുന്ന ലോഡ് ഹൂക്ക്. പിന്നെ ഇവിടെ ഒരു സ്കെയിൽ. ഓക്കെ, നമുക്ക് ആ ഒരു സ്പ്രിങ്ങിൻ്റെ ഡിഫ്ലക്ഷൻ അനുസരിച്ച് നമുക്ക് വെയിറ്റിൻ്റെ റീഡിംഗ് കിട്ടാനുള്ള സ്കെയിലും ഉണ്ട്. അത് വളരെ ഈസി ആയിട്ടുള്ളൊരു ഡയഗ്രാമാണ്, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. സ്പ്രിങ്ങിൻ്റെ ഡിഫ്ലക്ഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഹൂക്ക് സ്ലോയിൽ വരുന്ന കാര്യമാണ്. ഓക്കെ, സോ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കാം. ദ ലൈൻ ഡയഗ്രം ഓഫ് സ്പ്രിംഗ് ബാലൻസ് ഈസ് ഷോൺ ഇൻ ഫിഗർ. നമ്മൾ കണ്ടു. ദ സ്പ്രിംഗ് ബാലൻസ് ഈസ് എ ഡിവൈസ് which is used to measure the force directly with the help of coil spring deflection. അല്ല, ഇപ്പോൾ കോയിൽ സ്പ്രിംഗ് ഡിഫ്ലക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്യാണ്, അവിടെ ആ ഒരു വെയിറ്റ് അല്ലെങ്കിൽ ഫോഴ്സ് മെഷർ ചെയ്യുന്ന ആ ഒരു പ്രിൻസിപ്പിളാണ് നമ്മുടെ സ്പ്രിംഗ് ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഫിക്സഡ് എൻഡ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ക്യാച്ച് ഹൂക്ക് ആൻഡ് ഫ്രീ എൻഡ് ഈസ് കണക്റ്റഡ് ടു ദ ലോഡ് ഹൂക്ക്. അല്ലേ, നമുക്കറിയാം ആ ഫിക്സഡ് എൻഡ് ക്യാച്ച് ഹൂക്ക് നമ്മൾ കയ്യിൽ പിടിക്കുന്ന ഭാഗത്തും ഫ്രീ എൻഡ് നമ്മുടെ ലോഡ് ഹാങ് ചെയ്യുന്ന ഭാഗത്തും ഉണ്ടായിരിക്കുക. The displacement at the free end due to the applied force is shown by pointer moving on a scale. അപ്പോൾ ഇവിടെ നമ്മുടെ സ്കെയിലുണ്ട്, അതുപോലെ സ്പ്രിങ്ങിൻ്റെ ഡിഫ്ലക്ഷൻ കിട്ടാനുള്ള സ്ലോട്ടാണ് അവിടെ കണ്ടിരിക്കുക. ആ സ്ലോട്ടിൻ്റെ മേലെ കണ്ടു ഇവിടെ ഒരു പോയിൻ്റർ കാണുന്നുണ്ട്. അപ്പോൾ താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ ആ പോയിൻ്റർ എന്തെങ്കിലും താഴേക്കും മേലേക്കും സ്ലൈഡ് ചെയ്യും, അതനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് സ്കെയിലിൽ റീഡിങ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഫോഴ്സ് അല്ലെങ്കിൽ വെയിറ്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ സ്പ്രിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. It is an instrument consisting of a hook attached to the end of a spring used for weighing objects. It works using the principle of Hooke's law, which states that the force needed to extend a spring is proportional to the distance that spring is actioned from its rest position. A spring scale cannot measure mass, only weight. ഇപ്പോൾ ഇവിടെ നമുക്ക് വെയിറ്റ് അളക്കാനുള്ള ഒരു ഉപകരണമാണ്, ഡിവൈസാണ് നമ്മുടെ സ്പ്രിംഗ് ബാലൻസ്. ഇവിടെ ഹൂക്സ് ലോ ആണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. നിങ്ങൾ ഈ ഒരു പോയിൻ്റ് കൂടി എക്സാമിനൊക്കെ എഴുതി വെക്കണം. ഇറ്റ് വർക്ക്സ് യൂസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹൂക്സ് ലോ. ബാക്കി ഫിഗർ വരയ്ക്കുക, ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ് സ്പ്രിംഗ് ബാലൻസ്. ഓക്കെ, നിങ്ങൾ ഈ ഫിഗർ പഠിച്ചാൽ മതി കേട്ടോ എക്സാമിന്. അടുത്ത് പ്രോവിങ് റിംഗ് ആണ്. ഇത് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന പോലത്തെ നിങ്ങൾ ഈ എക്സാം പോയിൻ്റ് ഓഫ് ഈ ഒരു ഫിഗർ പഠിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ ഭാഗങ്ങളുണ്ട് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഒരു റിങ് കാണാം. ഓക്കെ, എന്ത് പ്രോവിങ് റിംഗ് ആണ്, ഇവിടെ പേര് കൊടുത്തിട്ടുണ്ട് പ്രോവിങ് റിങ്. പിന്നെ ഒരു മൈക്രോമീറ്ററിൻ്റെ വീല് വരുന്നുണ്ട്. ഇത് മൈക്രോമീറ്ററിൻ്റെ വീലാണ്. പിന്നെ ഒരു സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈബ്രേറ്റിംഗ് റീഡ്, നമുക്ക് ആ ഒരു വാരിയേഷൻ ഉണ്ടാക്കാനുള്ള വൈബ്രേറ്റിംഗ് റീഡാണിത്. ഫോഴ്സ് രണ്ട് എൻഡിൽ നിന്നായിരിക്കും ഇതിൻ്റെ മേലേക്ക് ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, താഴ്ന്നും മേൽന്നും ഫോഴ്സ് വരും. ഓക്കെ, അപ്പോൾ നോക്കാം. പ്രോവിങ് റിംഗിൽ പറയുന്ന പോയിൻറ്റ്സ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കാനായിട്ട്. ദ പ്രോവിങ് റിംഗ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ഫോഴ്സ്. നമുക്കറിയാം ഫോഴ്സ് അളക്കാനുള്ള ഒരു ഡിവൈസാണ് പ്രോവിങ് റിംഗ് അല്ലേ. ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് ആൻ ഇലാസ്റ്റിക് റിംഗ്. ഇതൊരു ഇലാസ്റ്റിക് റിംഗ് ആണ് കേട്ടോ. ഈ പ്രോവിങ് റിംഗ് എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് റിംഗ് ആണ്. അത് ഫ്ലെക്സിബിൾ ആണ്. നോൺ ഡയമീറ്റർ വിത്ത് എ മെഷറിംഗ് ഡിവൈസ് ലൊക്കേറ്റഡ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ റിംഗ്. ഓക്കെ, അപ്പോൾ റിങ്ങിൻ്റെ സെൻറ്ററിൽ ഒരു മെഷറിംഗ് ഡിവൈസ് ഉണ്ട്. നമ്മുടെ മൈക്രോമീറ്ററിൻ്റെ ഭാഗം കണ്ടുണ്ടായിരിക്കും. ഇതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇലാസ്റ്റിക് റിംഗ് ആണ്. പ്രോവിങ് റിങ്സ് കം ഇൻ എ വെറൈറ്റി ഓഫ് സൈസസ്. ദേ ആർ മെയ്ഡ് ഓഫ് എ സ്റ്റീൽ അലോയ്. ഓക്കെ, അപ്പോൾ സ്റ്റീൽ അലോയ് കൊണ്ടാണ് നമ്മുടെ പ്രോവിങ് റിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക. അതുപോലെ വെറൈറ്റി ഓഫ് സൈസിൽ ഈ പ്രോവിങ് റിംഗ് അവൈലബിൾ ആണ്. ഇവിടുത്തെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് താഴെയുള്ള ഫിഗർ നോക്കാം. നോക്കിയാൽ മനസ്സിലാവും അല്ലേ. അത് ലോഡ് വരുമ്പോൾ അതെന്ത് ചെയ്യും, ഈ രീതിയിലാണ് അതിൻ്റെ ഷേപ്പ് മാറുന്നത്. ലോഡ് മേലോട്ട് പുൾ ചെയ്യുന്ന സമയത്ത് അത് ഒരു ടെൻഷൻ എഫക്റ്റാണ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, ഇത് നോക്കാം. ദ ഡിഫ്ലക്ഷൻ ഓഫ് റിംഗ് ഈസ് മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മൈക്രോമീറ്റർ. അപ്പോൾ റിങ്ങിൻ്റെ ഡിഫ്ലക്ഷൻ, ഈ റിങ്ങിലുണ്ടാകുന്ന ഇതേപോലത്തെ ഡിഫ്ലക്ഷൻ എന്ത് ചെയ്യുന്നു, നമ്മളിതിനകത്തുള്ള മൈക്രോമീറ്റർ വെച്ചാണ് എന്ത് ചെയ്യുക, അത് മെഷർ ചെയ്യുക. One end of micrometer is connected to a vibrating rod for getting vibratory motion. ഓക്കെ, അപ്പോൾ ഒരു മൈക്രോമീറ്ററിൻ്റെ ഒരു എൻഡ് എവിടെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക, വൈബ്രേറ്ററിങ് റോഡിൻ്റെ മേലെയാണ് നമ്മുടെ ഈ മൈക്രോമീറ്ററിൻ്റെ ഒരു എൻഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഗെറ്റിംഗ് വൈബ്രേറ്ററി മോഷൻ, ആ വൈബ്രേറ്ററി മോഷൻ കിട്ടാനായിട്ട് നമുക്ക് മൈക്രോമീറ്ററിൻ്റെ ഒരു എൻഡ് ഈ വൈബ്രേറ്ററി റോഡിൻ്റെ മേലാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ദ മൈക്രോമീറ്റർ വീൽ ഈസ് മൂവ്ഡ് ഫോർവേഡ് അണ്ടിൽ വൈബ്രേഷൻ ഈസ് ഒബ്സർവ്ഡ്. ഓക്കെ, എന്ത് ചെയ്യും, മൈക്രോമീറ്റർ വീല് ഫോർവേഡിലേക്ക് മൂവ് ചെയ്യും അല്ലേ. എപ്പോൾ വരെ മൂവ് ചെയ്യും, അൺടിൽ വൈബ്രേഷൻ ഈസ് ഒബ്സർവ്ഡ്. വൈബ്രേഷൻ ഒബ്സർവ് ആകുന്നവരെ എന്ത് ചെയ്യും, ആ മൈക്രോമീറ്റർ വീല് ആ ഒരു മുന്നോട്ടത് മൂവ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു പ്രോവിങ് റിങ്ങിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്. സ്പ്രിംഗ് ബാലൻസും പ്രോവിങ് റിങ്ങും പഠിക്കാം. നമ്മുടെ ലാസ്റ്റ് വണ്ണാണ് നമ്മുടെ മെക്കാനിക്കൽ സ്ട്രെയിൻ ഗേജ്. ഓക്കെ, സ്ട്രെയിൻ ഗേജ് ലോഡ് സെല്ലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജാണ് നിങ്ങളുടെ ഇലക്ട്രിക്കലിൽ നിങ്ങൾ
ഈ സെമസ്റ്റർ തന്നെ ഫണ്ടമെൻ്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നിങ്ങൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ റെസിസ്റ്റൻസിൽ വരുന്ന ചേഞ്ചസ് ആണ് നമ്മൾ ലോഡ് അല്ലെങ്കിൽ ഫോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഫിഗർ കാണുന്നുണ്ടായിരിക്കും. ആ ഫിഗറിൽ ലോഡ് കൊടുക്കുന്ന ഭാഗം ഇവിടെയാണ്. പിന്നെ ഇവിടെ സ്ട്രെയിൻ ഗേജുകൾ ചുറ്റും കണ്ടോ, ഇതിൻ്റെ ഈ സിലിണ്ടറിൻ്റെ ചുറ്റും സ്ട്രെയിൻ ഗേജുകൾ കാണുന്നുണ്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് R1, R4, R2, R3 ആ സിലിണ്ടറിൻ്റെ ചുറ്റും R1, R2, R3, R4 എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടായിരിക്കും. അത് നമ്മൾ റെസിസ്റ്റൻസിൻ്റെ റെസിസ്റ്റൻസ് ആണ്. നമുക്കതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എ ലോഡ് സെൽ ഈസ് എ ട്രാൻസ്ഡ്യൂസർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് എ ഫോഴ്സ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. അപ്പോൾ ഇവിടെ കിട്ടുന്ന ലോഡ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് എന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. ദ ഫിഗർ ഷോസ് സിമ്പിൾ സ്ട്രെയിൻ ഗേജ് ലോഡ് സെൽ. അപ്പോൾ സ്ട്രെയിൻ ഗേജിൻ്റെ ലോഡ് സെൽ ഇവിടെ കാണുന്നതായിരിക്കും. ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് എ സിലിണ്ടർ ഓൺ വിച്ച് 4 ഐഡൻറ്റിക്കൽ സ്ട്രെയിൻ ഗേജസ് ആർ മൗണ്ടഡ്. അപ്പോൾ ഇവിടെ നമ്മുടെ സിലിണ്ടറിൻ്റെ മേലെ 4 ഐഡൻറ്റിക്കൽ സ്ട്രെയിൻ ഗേജുകൾ അവിടെ മൗണ്ട് ചെയ്തിട്ടുണ്ട്. R1, R2, R3, R4 കൊണ്ട് മൗണ്ട് ചെയ്തിട്ടുണ്ട്. The cages R1 and R4 along the direction of applied load vertically. അപ്പോൾ നമ്മൾ നോക്കി മനസ്സിലാവും R4ഉം R1ഉം ലോഡിന് വെർട്ടിക്കലായിട്ടാണ് ആ സ്ട്രെയിൻ ഗേജ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ആൻഡ് ദ ഗേജസ് R2 ആൻഡ് R3 ആർ പ്ലേസ്ഡ് ഹൊറിസോണ്ടലി. R2ഉം R3ഉം അല്ല R3ഉം R2ഉം ഹൊറിസോണ്ടലായിട്ടാണ്, ലോഡിന് ഹൊറിസോണ്ടലായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സ്ട്രെയിൻ ആ രണ്ട് R2 R3 സ്ട്രെയിൻ ഗേജ് അലൈൻ ചെയ്തിട്ടുള്ളത്. ഓൾ ദ 4 ഗേജസ് ആർ കണക്റ്റഡ് ഇലക്ട്രിക്കലി ടു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് സർക്യൂട്ട്. ഈ 4 ഗേജ് ഇവിടെ കാണുന്നതായിരിക്കും R1, R2, R3, R4. ഓക്കെ, ആ 4 ഗേജ് സ്ട്രെയിൻ ഗേജ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സർക്യൂട്ടായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം. വെൻ ദർ ഈസ് നോ ലോഡ് ഓൺ ദ സെൽ ഓൾ 4 ഗേജസ് ഹാവ് സെയിം റെസിസ്റ്റൻസ്. അല്ല, അപ്പോൾ നമ്മുടെ ആ ഒരു സ്ട്രെയിൻ ഗേജിൻ്റെ മേലെ വെയിറ്റ് അഥവാ ലോഡൊന്നും ഇല്ലെങ്കിൽ എന്തായിരിക്കും, ആ 4 റെസിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും അല്ലേ. അത് അവിടെ സെയിം റെസിസ്റ്റൻസ് ആണ് കാണിക്കുക. R1ഉം R2, R3, R4 ഈക്വൽ ആണല്ലേ. R1 ഈക്വൽ ടു R4 ഈക്വൽ ടു R2 ഈക്വൽ ടു R3 ആണ്. ഇറ്റ് മീൻസ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ് ആൻഡ് ഗാൽവനോമീറ്റർ ഷോസ് 0 ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ എന്തായിരിക്കും ആ കേസിൽ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് കണ്ടീഷനിലാണ് എന്തില്ല, അവിടെ 0 റീഡിംഗ് ആയിരിക്കും അവിടെ വോൾട്ട്മീറ്ററിൽ കാണിക്കുന്നുണ്ടായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട്. എന്നാൽ ഓൺ ദ അപ്ലിക്കേഷൻ ഓഫ് കംപ്രസീവ് ലോഡ് ടു ദ യൂണിറ്റ്, അപ്പോൾ യൂണിറ്റിലേക്ക് നമ്മളൊരു കംപ്രസീവ് ലോഡ് കൊടുക്കുകയാണെങ്കിൽ ദ വെർട്ടിക്കൽ ഗേജ് അല്ലേ, നമ്മുടെ വെർട്ടിക്കൽ ഗേജിലെ ഇവിടെ ലോഡ് കൊടുക്കുമ്പോൾ എന്തായിരിക്കും, ഈ കാണുന്ന R4ഉം R1ഉം എല്ലാ വെർട്ടിക്കൽ ഗേജ് അതാണ്. ദ വെർട്ടിക്കൽ ഗേജസ് R1 ആൻഡ് R4 അണ്ടർഗോ കംപ്രഷൻ, അതിന് കംപ്രഷൻ അനുഭവപ്പെടും അല്ലെങ്കിൽ ആക്ട് ചെയ്യും. ഡ്യൂ ടു ഡിക്രീസ് ഇൻ ലെങ്ത് റെസിസ്റ്റൻസ് ഡിക്രീസസ്. ഓക്കെ, അപ്പോൾ ഇവിടെ കംപ്രഷൻ സംഭവിക്കുമ്പോൾ സ്ട്രെയിൻ ഗേജിന് കംപ്രഷൻ സംഭവിക്കുമ്പോൾ എന്തായിരിക്കും, അതിൻ്റെ ലെങ്ത്ത് കുറയുമ്പോൾ അല്ലേ, R1ഉം R4ൻ്റെയും R4ൻ്റെയും ലെങ്ത്ത് കുറയുമ്പോൾ, വെർട്ടിക്കലായിട്ടുള്ള R1ൻ്റെയും R4ൻ്റെയും ലെങ്ത്ത് കുറയുമ്പോൾ അവിടെ കംപ്രഷൻ സംഭവിക്കുമ്പോൾ ലെങ്ത്ത് കുറയാണ്, അപ്പോൾ അവിടെ റെസിസ്റ്റൻസ് കുറയും. ഓക്കെ, at the same time the horizontal gauges R2 and R3 undergo tension due to increase in length resistance increases. അതേസമയം എന്ത് ചെയ്യും, ഈ R2 ഹൊറിസോണ്ടൽ ആയിട്ടുള്ള R2നും R4ഉം R3ക്ക് എന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ അതിന് ടെൻഷനാണ് സംഭവിക്കുക. ടെൻഷൻ സംഭവിക്കുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് കൂടും, അവിടെ റെസിസ്റ്റൻസും കൂടും. ഓക്കെ, ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്, അല്ല നമുക്ക് പറയാൻ പറ്റുമെന്നാണ് അവിടെ 4 റെസിസ്റ്റൻസിലും മാറ്റങ്ങൾ സംഭവിച്ചു. സോ എന്തായി, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഗെറ്റ്സ് അൺബാലൻസ്ഡ്. അല്ല എന്തായി മാറി, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ് കണ്ടീഷനിൽ നിന്നും അൺബാലൻസ്ഡ് കണ്ടീഷനിലേക്ക് മാറി. ദസ് ആൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ദ മെഷർ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. അപ്പോൾ എന്ത് ചെയ്യും, ആ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് അൺബാലൻസ്ഡ് കണ്ടീഷൻ ആകുമ്പോൾ എന്തായി മാറും, അവിടെ നമ്മുടെ റീഡിംഗ് ആയിട്ട് എന്ത് ചെയ്യും, ആ ഒരു ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയുള്ള ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യും, നമുക്കവിടെ റീഡിംഗ് ആയിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ സ്ട്രെയിൻ ഗേജ് ലോഡ് സെൽ അഥവാ മെക്കാനിക്കൽ സ്ട്രെയിൻ ഗേജിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ എളുപ്പമുള്ള സംഭവമാണ് ഈ 3 ഫോഴ്സ് മെഷർമെൻറ്റ് സിസ്റ്റംസും. അപ്പോൾ എന്ത് ചെയ്യുക, 3 മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ടോപ്പിക്കിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ആ ഒരു സ്ട്രെയിൻ ഗേജിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസും അതുപോലെ ലിമിറ്റേഷനും കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, സ്മോൾ ആൻഡ് കോമ്പാക്റ്റ് ഇൻ സൈസ്, ഇറ്റ് ഹാസ് ഗുഡ് സെൻസിറ്റിവിറ്റി, വെരി ഗുഡ് ആക്യുറസി, ലെസ് എക്സ്പെൻസീവ്. ലിമിറ്റേഷൻസ്, എക്സസീവ് സ്ട്രെസ് ഓർ ഫോഴ്സ് മേ ഡാമേജ് ലോഡ് സെൽ പെർമനൻ്റ്ലി. അല്ല, അപ്പോൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള സ്ട്രെസ് അല്ലെങ്കിൽ ലോഡ് കൊടുത്തായിരിക്കും സെല്ല് ഡാമേജ് ചെയ്യപ്പോഴുള്ള ചാൻസ് ഉണ്ട്. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ 3ലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്നത്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് ഇവിടെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. തൽക്കാലം ഇവിടെ സ്ക്രീനിൽ കാണുന്ന നവംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, ഇത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ തന്നിട്ടുണ്ടായിരിക്കാം. നമുക്ക് ആദ്യം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ദ ഡിഗ്രി ടു വിച്ച്
ദ മെഷേർഡ് വാല്യൂ ഓഫ് ദ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക് അഗ്രീസ് വിത്ത് ദ ട്രൂ വാല്യൂ അല്ലേ. ഡാഷ് ഈസ് ദ ഡിഗ്രി ടു വിച്ച് ദ മെഷേർഡ് വാല്യൂ ഓഫ് ദ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് അഗ്രീസ് വിത്ത് ദ ട്രൂ വാല്യൂ അല്ലേ. നമുക്കറിയാം നമ്മൾ ഫസ്റ്റ് പഠിച്ചൊരു ബേസിക് ടൈം ആയിരുന്നു ആക്യുറസി അല്ലേ. അപ്പോൾ ആക്യുറസി ഈസ് ദ ഡിഗ്രി ടു വിച്ച് ദ മെഷേർഡ് വാല്യൂ ഓഫ് ദ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക് അഗ്രീസ് വിത്ത് ദ ട്രൂ വാല്യൂ. അപ്പോൾ അതിൻ്റെ ആൻസർ വരിക ആക്യുറസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കാം. അടുത്തൊരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ദ ചേഞ്ച് ഓഫ് ദ റേഷ്യോ ഓഫ് ദ ചേഞ്ച് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഇൻഡിക്കേഷൻ ടു ദ ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി ബീയിങ് മെഷേർഡ് ഈസ് ടേംഡ് ആസ്. ഈ ഡെഫിനിഷൻ നമ്മൾ ഇതേപോലെ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദ റേഷ്യോ ഓഫ് ദ ചേഞ്ച് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഇൻഡിക്കേഷൻ ടു ദ ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി ബീയിങ് മെഷേർഡ് ഈസ് ഡാഷ്. നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ പറയാൻ പറ്റുമെന്ന് നോക്കുക. നമ്മൾ പഠിച്ച കാര്യം തന്നെ നിങ്ങൾ പറഞ്ഞു നോക്കുക, അതിൻ്റെ ആൻസർ പറയാൻ പറ്റുമെന്ന് നോക്കുക. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ലോഡ് സെൽസ് ആർ കോമൺലി യൂസ്ഡ് ടു മെഷർ ഡാഷ് ഇൻ ആൻ ഇൻഡസ്ട്രിയൽ എൻവയോൺമെൻറ്റ് അല്ലേ. നമ്മൾ ലോഡ് സെൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ലാസ്റ്റ് പഠിച്ചാണല്ലേ, നമുക്കറിയാം ഫോഴ്സാണ് നമ്മളവിടെ മെഷർ ചെയ്യുന്നത് അല്ലേ. ടു മെഷർ ഫോഴ്സാണ്. ഓക്കെ, രണ്ടാമത്തെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തുക. മൂന്നാമത്തെ ആൻസർ നമുക്ക് അറിയാം, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഫോഴ്സാണ്. അടുത്തത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുക, ഡിഫൈൻ ത്രഷോൾഡ് അസോസിയേറ്റഡ് വിത്ത് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. നമ്മൾ പഠിച്ച ടോപ്പിക്കാണ് ത്രഷോൾഡ്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും ത്രഷോൾഡ്. അപ്പോൾ ഓർമ്മയില്ലാത്തൊരു വീണ്ടും ആ ടോപ്പിക്ക് പഠിച്ചു നോക്കുക. ഞാൻ ആ ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ സ്ഥിരമായി ചോദിക്കുന്നതാണ്. 3 മാർക്കിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ് മെഷർമെൻറ്റ്സ്. നമ്മളതും പഠിച്ചാണ്. ഡയറക്റ്റ് മെഷർമെൻറ്റും ഉണ്ട്, ഇൻഡയറക്റ്റ് മെഷർമെൻറ്റും ഉണ്ട്, രണ്ടും എഴുതി വെക്കുക, പഠിക്കാം. ഓക്കെ, അടുത്ത 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇല്ലുസ്ട്രേറ്റ് ദ വർക്കിംഗ് ഓഫ് സ്പ്രിംഗ് ബാലൻസ് വിത്ത് നീഡ് സ്കെച്ച്. നമ്മൾ തൊട്ട് മുന്നേ ഈ ക്ലാസ്സിൽ പഠിച്ചാണ് സ്പ്രിംഗ് ബാലൻസിനെ കുറിച്ച്. ഫിഗർ വരയ്ക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക വർക്കിംഗ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ എറേഴ്സ് ഇൻ മെഷർമെൻറ്റ്, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സ് ഇൻ മെഷർമെൻറ്റ്. നമുക്കറിയാം ഡയറക്റ്റ് മെഷർമെൻറ്റ്സിലെ എറേഴ്സ് ആണ്, സിസ്റ്റമാറ്റിക് എറേഴ്സും ഉണ്ട്, റാൻഡം എറേഴ്സും ഉണ്ട്, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം ഇല്ലുസ്ട്രേറ്റ് ദ പ്രൊസീജിയർ ഫോർ സ്ട്രെയിറ്റ്നെസ്. ഇത് നമ്മുടെ 4th മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ നോക്കാത്ത ടോപ്പിക്കാണ്, നമുക്കത് അടുത്ത മൊഡ്യൂൾ പഠിക്കുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ നവംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടെ ഏകദേശം നോക്കുകയാണെങ്കിൽ 7 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ 14 മാർക്കായി, 3 മാർക്കിന് 2 ക്വസ്റ്റ്യൻ 6 മാർക്കായി, 1 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ 3 മാർക്ക്, 6 3 9 14 9 23, ടോട്ടൽ 23 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു 3rd മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വളരെ എളുപ്പമുള്ള മൊഡ്യൂളാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ ക്ലാസ്സിനെ കൊണ്ട് നമുക്ക് ഇത്രയും മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ. 23 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇനി 2 ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഉണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, നവംബർ 2023 ക്വസ്റ്റ്യൻ ആണ്. റാൻഡം എറേഴ്സ് ക്യാൻ ബി അസസ്ഡ് ഡാഷ്. അതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തുക, റാൻഡം എറേഴ്സ് ക്യാൻ ബി അസസ്ഡ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ സയൻസ് ഓഫ് മെഷർമെൻറ്റ് ഈസ് ഡാഷ്. അത് ഈസിയുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് അതിന് ആൻസർ പറയാൻ പറ്റും. ദ സയൻസ് ഓഫ് മെഷർമെൻറ്റ് ഈസ് മെട്രോളജിയാണ് അല്ലേ, നമുക്കറിയാം, ഫസ്റ്റ് പഠിച്ച കാര്യമാണ് മൊഡ്യൂളിൽ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലോവർ ആൻഡ് ഹയർ വാല്യൂസ് ദാറ്റ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഏബിൾ ടു മെഷർ ഈസ് കോൾഡ്. ഡിഫറൻസ് ആണ്, നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, അത് റേഞ്ച് അല്ല, സ്പാൻ ആണ് അല്ലേ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലോവർ ആൻഡ് ഹയർ വാല്യൂസ്, സ്പാൻ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ സിഗ്നിഫിക്കൻസ് ഓഫ് മെട്രോളജി. നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ടോപ്പിക്കാണ് മെട്രോളജിയുടെ സിഗ്നിഫിക്കൻസ്. കമ്പയർ ദ ടേംസ് പ്രൊസിഷൻ ആൻഡ് ആക്യുറസി. നമുക്കറിയാം ആക്യുറസിയും പ്രൊസിഷനും. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ദ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മെഷർമെൻറ്റ് സിസ്റ്റം. അത് നമ്മൾ ഒരു ബ്ലോക്ക് ഡയഗ്രാം വെച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും, അതും പഠിക്കുക, ഈസി ആയിട്ടുള്ള കാര്യമാണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. 7 മാർക്കിന് 2 ക്വസ്റ്റ്യൻസ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സിസ്റ്റമാറ്റിക് ആൻഡ് റാൻഡം എറേഴ്സ്. വീണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സിസ്റ്റമാറ്റിക് എറേഴ്സിനെ കുറിച്ചും റാൻഡം എറേഴ്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. ഇല്ലുസ്ട്രേറ്റ് വിത്ത് എ നീറ്റ് സ്കെച്ച് ഡിറ്റർമിനേഷൻ ഓഫ് ഫോഴ്സ് യൂസിങ് എ ലോഡ് സെൽ. നമ്മൾ ലാസ്റ്റ് പഠിച്ച ടോപ്പിക്കാണ്. ലോഡ് സെല്ല് ഉപയോഗിച്ച് ഫോഴ്സ് കാണുന്നതിന് എന്ത് ചെയ്യാം, സ്കെച്ച് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലും എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റും. 14 ഇവിടെ മൊത്തം സ്കോർ വരിക 7 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ, 3 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ 9 മാർക്കായി, 1 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ 9 3 12 12 14 26 മാർക്കാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3rd മൊഡ്യൂളിൽ നിന്ന് മാത്രം ക്വസ്റ്റ്യൻസ് ചോദിച്ചുള്ളത്. അപ്പോൾ നോക്കുക, വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് 26 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് ജസ്റ്റ് പാസ്സാകും 30 മാർക്ക് മതി, ആലോചിച്ച് നോക്കുക. ഓക്കെ, നവംബർ 2024 ക്വസ്റ്റ്യൻസ് നോക്കുക. ഡിസ്ക്രൈബ് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്.
നെയിം ദ സ്റ്റേജസ് ഇൻവോൾവ് ഇൻ എ മെഷർമെൻറ്റ് സിസ്റ്റം. അത് നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം വെച്ച് പഠിച്ചിട്ടുണ്ട്. ഓരോ സ്റ്റേജസ് പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ലാസ്റ്റ് ഒബ്സർവർ, ഫസ്റ്റ് ഇൻപുട്ട് സിഗ്നൽസ് അല്ലേ. 3 മാർക്കിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് സ്പ്രിംഗ് ബാലൻസ്. അപ്പോൾ ജസ്റ്റ് സ്പ്രിംഗ് ബാലൻസ് എന്താണെന്ന് മാത്രം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി, ഫിഗർ വരയ്ക്കേണ്ട ആവശ്യമില്ല. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ പ്രോസസ് ഇൻവോൾവ് ഇൻ മെഷർമെൻറ്റ്. മെഷർമെൻറ്റിലെ പ്രോസസ്സിനെ കുറിച്ച് എന്ത് ചെയ്യുക, സ്റ്റേജസിനെ കുറിച്ച് പറയാം, എക്സ്പ്ലെയിൻ ചെയ്യുക. എറേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമുക്കറിയാം, റാൻഡം എറേഴ്സും സിസ്റ്റമാറ്റിക് എറേഴ്സും. തേർഡ് വൺ മെക്കാനിക്കൽ സ്ട്രെയിൻ ഗേജ്, നമ്മൾ ലാസ്റ്റ് പഠിച്ചുള്ളതാണ്. നമ്മുടെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഉപയോഗിച്ച് ചെയ്യുന്ന ആ ലോഡ് സെല്ലാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 7 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ 21 മാർക്ക്, 3 മാർക്കിന് 2 ക്വസ്റ്റ്യൻ 6 മാർക്ക്, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 21, 6, 27, മൊത്തം 28 മാർക്കിനാണ് ഇവിടെ നവംബർ 2024 തേർഡ് മൊഡ്യൂളിലെ മാത്രം ക്വസ്റ്റ്യൻസ്. നോക്കുക, വളരെ വലിയൊരു മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുക, 28 മാർക്സ്. ഓക്കെ, ജസ്റ്റ് 2 മാർക്ക് കൂടി കിട്ടി നമ്മൾ ഈ സബ്ജക്റ്റിൽ പാസ്സാവും. ഏപ്രിൽ 2024 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഡാഷ് ഹെൽപ്സ് ടു മേക്ക് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഹൗ ബിഗ്, ഹൗ ലോങ്, ഹൗ ഫാസ്റ്റ് തിങ്സ് ആർ. എൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. നമ്മൾ ഏറ്റവും നമ്മുടെ മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പറഞ്ഞ കാര്യം തന്നെയാണ്. നമുക്ക് ഈ മൊഡ്യൂൾ നമ്മൾ എന്താണോ പഠിച്ചത് അതാണ്. ഓക്കെ, എൻ്റെ ആൻസർ പറയാൻ പറ്റുമോ നോക്കുക. അടുത്ത ഫോഴ്സിൻ്റെ യൂണിറ്റ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ന്യൂട്ടൺ ആണല്ലേ. യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ന്യൂട്ടൺ. നിങ്ങൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിൽ ഫിസിക്സിലൊക്കെ പഠിച്ച കാര്യമാണ് ന്യൂട്ടൺ. അടുത്ത ഡിഫൈൻ ദ ടേം സെൻസിറ്റിവിറ്റി ഓഫ് എൻ ഇൻസ്ട്രുമെൻറ്റ്. നമ്മൾ പഠിച്ചാണ് ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെൻസിറ്റിവിറ്റി. പിന്നെ അടുത്തൊരു ടേം റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ഗ്രോസ് എറർ. നമ്മൾ ക്ലാസ്സിൽ പറയാത്തൊരു കാര്യമാണ് ഗ്രോസ് എററിനെ കുറിച്ച്. നിങ്ങൾ ജസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, എന്താണ് ഗ്രോസ് എറർ എന്ന് പറയുന്നത്. മൊത്തത്തിൽ ഉണ്ടാകുന്ന എററാണ്. ഓക്കെ, ജസ്റ്റ് അതിനെക്കുറിച്ച് ഗൂഗിൾ ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കി നോക്കുക കേട്ടോ. അടുത്ത് കാലിബ്രേഷൻ്റെ ഇലോബറേറ്റ് ഓൺ ദ നീഡ് ഓഫ് കാലിബ്രേഷൻ ഇൻ ആൻ ഇൻഡസ്ട്രി. അല്ലേ, കാലിബ്രേഷൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. അപ്പോൾ കാലിബ്രേഷൻ അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആവശ്യകതയും പറയാൻ പറ്റും. അടുത്ത 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വളരെ ഈസി ക്വസ്റ്റ്യൻ. നെയിം എനി 3 ഫോഴ്സ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. നമ്മൾ ഈ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച 3 കാര്യം തന്നെ അല്ലേ, പ്രൂവിങ് റിങ്, പിന്നെ സ്പ്രിംഗ് ബാലൻസ്, ലോഡ് സെല്ല് അല്ലെ മെക്കാനിക്കൽ സ്ട്രെയിൻ ഗേജ്. ആ 3 ജസ്റ്റ് അതിൻ്റെ പേര് ചെയ്താൽ നമുക്ക് 3 മാർക്കാണ് കിട്ടുക. ഓക്കെ, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കമൻറ്റ് ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സ് ഇൻ മെഷർമെൻറ്റ്. നമ്മുടെ കഴിഞ്ഞ 3 ക്വസ്റ്റ്യൻ പേപ്പറിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് സ്പ്രിംഗ് ബാലൻസ് ഫോർ ഫോഴ്സ് മെഷർമെൻറ്റ്. അത് നമ്മൾ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ. സ്പ്രിംഗ് ബാലൻസിൻ്റെ വർക്കിംഗ് ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 14 മാർക്ക്, 7 മാർക്കിന് 2 ക്വസ്റ്റ്യന്, 3 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യന്, 1 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ, മൊത്തം 28 മാർക്ക്. അപ്പോൾ ഏപ്രിൽ 2024 നവംബർ 2024 നമുക്ക് മൊഡ്യൂൾ 3 മാത്രം നമുക്ക് 28 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതും സ്ഥിരമായിട്ട് ചോദിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്തിട്ട് നമുക്ക് പാസ്സാകാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. നമുക്കിനി ഇതോടുകൂടി നമ്മുടെ തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി MSMലെ 4th മൊഡ്യൂൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.